ഓം നമോ ഭഗവത്തെ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 84 ശ്ലോകം 10-11. സുമഹതിയജനേ വിതായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപാഃ യദുജനമഹിതാസ്ത്രിമാസമാത്രം ഭവതനുഷങ്കരസം പുരേവ ഭേജുഃ വ്യപഗമസമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീതഖേദാം പ്രമുദിതഹൃദയഃ പുരം പ്രയാതഃ പവനപുരേശ്വര പാഹി മാം ഗദേഭ്യഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സുമഹതി യജനേ വിതായമാനേ പ്രമുദിതമിത്രജനേ സഹ ഏവ ഗോപാഃ യദുജനമഹിതാഃ ത്രിമാസമാത്രം ഭവത് അനുഷംഗരസം പുരാ ഇവ ഭേജുഃ വ്യപഗമസമയേ സമേത്യ രാധാം ദൃഢം ഉപഗുഹ്യ നിരീക്ഷ്യ വീതഖേദാം പ്രമുദിതഹൃദയഃ പുരം പ്രയാതഃ പവനപുരേശ്വര പാഹി മാം ഗദേഭ്യഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പ്രമുദിതമിത്രജനേ ரொம்ப സന്തോഷമായിരിക്കപ്പെട്ട സുഹൃത്തുക്കളോട് കൂടെ ഫ്രണ്ട്സ് കൂടെയും സുമഹതി യജനേ വിതായമാനേ പെരിയ യാഗം വസുദേവൻ നടത്തിന വിഭവസമൃദ്ധமான യാഗവും നടന്നിരിക്കത്തെ ഗോപാഹ സഹ ഏവ യദുജനമഹിതാഹ. ഗോപന്മാർ അവളോട് ബന്ധുക്കളോടെല്ലാവരോടും കൂടെയും യാദവന്മാരാൽ യദുജനമഹിതാഹ ரொம்ப മര്യാദ കൊടുത്തത് ബഹുമാനിക്കപ്പെട്ടവരായ ത്രിമാസമാത്രം 3 മാസക്കാലം ഭവതനുഷംഗരസം ഭഗവാനുമായിട്ടുള്ള അതൊരു നിരന്തരം ഭഗവാനെ പാത്തുന്നിരിക്കരുത്, ഭഗവാനോട് പേച്ച് കേൾക്കരുത്, ഭഗവാനോട് ആക്ഷൻസൊക്കെ പാത്തുന്നിരിക്കരുത്. ഇപ്പടി നിരന്തരം ഭഗവാനെயே പാത്തുന്നത് பரமானந்தம் முன்னாடி இருந்த மாதிரியே இங்கே இவா அனுபவிச்சா. புரா இவா ഭേജുഃ. ഇനി പരമഭക്തയാണ് രാധയെ പാത്തു കഴിഞ്ഞാൽ രാധയ്ക്ക് ഇങ്ങനെ തത്വോപദേശം ഫലിച്ചു. വ്യപഗമ സമയേ രാധാം സമേത്യ. ഇതെല്ലാം കഴിഞ്ഞ് വേർപിരിയർ ആ സമയത്തിൽ രാധയോട് പക്കത്തിൽ പോയി ദൃഢം ഉപഗുഹ്യ വീതഖേദാം നിരീക്ഷ്യ ഗാഠമാ ആലിംഗനം പണിക്கிறார் കൃഷ്ണൻ. അപ്പോൾ അവർക്ക് തെരിയறது അവൾക്ക് ദുഃഖമെല്ലാം അകന്താച്ച് அப்படின்னு നിരീക്ഷ്യ பார்த்தாൽ. ആനത് ഇപ്പോൾ കൃഷ്ണൻ പക്കത്തിൽ ഇരുന്നാലും ഇല്ലാട്ടാലും രാധയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ലേ. രാധ இப்படி பார்க்கறா. സർവ ചരാചരങ്ങളിലെയും അന്ന് ഭഗവാനെ പാക്ക ആരംഭിച്ചാച്ച്. അപ്പം പിന്നെ ഭഗവാൻ ഇല്ലെങ്കിற അന്ന് ദുഃഖം ഇരിക്കാതെ. പ്രമുദിത ഹൃദയഃ പുരം പ്രയാതഃ. നല്ല സന്തോഷமான മനസ്സോട് ഭഗവാൻ അങ്ങേന്ത് ദ്വാരകയ്ക്ക് തിരുമ്പി പോറാർ. പവനപുരേശ്വര മാം ഗദേഭ്യഃ പാഹി. ഹേ ഗുരുവായൂരപ്പ, എന്നോട് രോഗങ്ങളിലെ എല്ലാത്തിലേന്തും രക്ഷിക്കണമേ എന്ന
പ്രാർത്ഥനയോട് முடிச்சுக்கிறார் இந்த 84வது தசகத்தை. ஹரே கிருஷ்ண.